മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഇന്ന് പറയാൻ പോകുന്നത് കാർത്തികേയന്റെ കഥയാണ്. മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ് കാർത്തികേയന്റെ കഥ. ശ്രീ കാർത്തികേയൻ അഗ്നിപുത്രനാണെന്ന് പറയപ്പെടുന്നു. യുധിഷ്ഠിരനോട് മാർക്കണ്ഡേയ മുനി ഇങ്ങനെ പറഞ്ഞു: പണ്ട് ദേവന്മാരും അസുരന്മാരും എന്നും യുദ്ധം നടത്തി വന്നു. മിക്കവാറും ഘോരരൂപികളായ അസുരന്മാരാണ് ജയിക്കാറ്. ഇതിൽ ദേവേന്ദ്രന് ദുഃഖിതനായി ഒരു ശക്തനായ സേനാധിപതിയെ തിരഞ്ഞ് ഇന്ദ്രൻ നടന്നു. അങ്ങനെ ഇന്ദ്രൻ മാനസപർവ്വതത്തിലേക്ക് പോയി സേനാപതിയെ തേടുന്നതിനായിട്ട്. അപ്പോഴാണ് ഒരു സ്ത്രീയുടെ ആർത്തനാദം ഇന്ദ്രൻ കേട്ടത്. എന്നെ രക്ഷിക്കണേ, ഇവൻ എന്നെ ഇപ്പോൾ ഗദ കൊണ്ട് കൊല്ലും. സ്ത്രീ നിലവിളിക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു: നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. അപ്പോഴാണ് കേശി എന്ന ഒരാൾ ഗദയെടുത്ത് ഈ സ്ത്രീയെ അടിക്കാനോങ്ങി നിൽക്കുന്നത് ഇന്ദ്രൻ കണ്ടത്. കേശി എന്ന ദൈത്യനോട് ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു: നീ ഈ കന്യകയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. വജ്രപാണിയായ ഇന്ദ്രനാണ് ഞാൻ. അവളെ നീ ഇപ്പോൾ തന്നെ മോചിപ്പിക്കൂ. സ്ത്രീയുടെ അടുത്ത് നിൽക്കുന്ന ഇന്ദ്രനോട് കേശി എന്ന ദൈത്യൻ ഇങ്ങനെ പറഞ്ഞു: എടോ ഇന്ദ്ര, നീ വേഗം ഇവളെ വിട്ടേക്ക്. ഇവൾ എൻ്റെ പത്നിയാണ്. ഞാൻ ഇവളെ വരിച്ചു കഴിഞ്ഞു. നീ അമരാവതിയിലേക്ക് വേഗം മടങ്ങിപ്പോയിക്കൊള്ളുക. ഇന്ദ്രൻ അതൊന്നും കേൾക്കാത്ത പോലെ നിന്നു. കന്യകയെ വിടണമെന്ന് പറഞ്ഞു. ക്രോധം മൂത്ത കേശി ഇന്ദ്രന്റെ നേരെ ഗദയോങ്ങി. ഇന്ദ്രൻ ആ ഗദയെ വജ്രായുധം ഉപയോഗിച്ച് തകർത്തു കളഞ്ഞു. ദേഷ്യം കൂടിയ കേശി ഒരു പർവ്വതമെടുത്ത് ഇന്ദ്രന് നേർക്ക് വലിച്ചെറിഞ്ഞു. ഇന്ദ്രൻ അതിനെ വീണ്ടും കഷ്ണങ്ങളാക്കി. ആ ഒരു യുദ്ധത്തിൽ കേശിക്ക് പരിക്കും പറ്റി. ഇന്ദ്രനോട് കേശി പരാജയപ്പെട്ടു. എന്നിട്ട് ഇന്ദ്രനെ പേടിച്ച് ഓടിപ്പോയി. ഇന്ദ്രൻ കന്യകയോട് ചോദിച്ചു: സുന്ദരി, നീ ആരാണ്? അല്ലയോ സുന്ദരി, നീ ആരാണ്? നീ എന്തിനായിട്ട് ഇവിടെ വന്നു? ദേവേന്ദ്രനോട് കന്യക ഇങ്ങനെ പറഞ്ഞു: ഞാൻ പ്രജാപതിയുടെ മകളായ ദേവസേനയാണ്. എന്റെ സഹോദരിയാണ് ദൈത്യസേന. ദൈത്യസേനയെ കേശി കൊണ്ടുപോയി. ദൈത്യസേനയ്ക്ക് കേശിയെ ഇഷ്ടമായിരുന്നു. എനിക്ക് കേശിയെ ഇഷ്ടമല്ല. അല്ലയോ ദേവേന്ദ്ര, അങ്ങാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് അങ്ങ് പറയുന്ന വീരനെ ഞാൻ വിവാഹം കഴിക്കാം. ദേവേന്ദ്രൻ ഇതെല്ലാം കേട്ട ശേഷം പറഞ്ഞു: എന്റെ അമ്മ ദശപുത്രിയായ അതിഥിയാണ്. അപ്പോൾ അമ്മ വഴിക്ക് നീ എന്റെ സഹോദരിയാണ്. നിന്റെ ഭാവി വരനെ എത്രത്തോളം കരുത്തുണ്ടാകണം? ദേവേന്ദ്രൻ ചോദിച്ചു. അപ്പോൾ ദേവസേന ഇങ്ങനെ പറഞ്ഞു: ദേവന്മാർ, ദാനവന്മാർ, ദൈത്യന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, നാഗങ്ങൾ, കിന്നരന്മാർ ഇവരെയൊക്കെ ജയിക്കാനുള്ള കരുത്തുണ്ടായിരിക്കണം. ബ്രഹ്മനിഷ്ഠനും യശസ്വിയുമായ ഒരു വരനായിരിക്കണം. ദേവസേനയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് ഇന്ദ്രൻ നിരാശനായി. അങ്ങനെ ഒരാളെ തിരഞ്ഞു പിടിക്കുക ദുഷ്കരം. ഉടനെ തന്നെ ദേവസേനയെയും കൂട്ടി ഇന്ദ്രൻ ബ്രഹ്മലോകത്തേക്ക് പോയി ബ്രഹ്മാവിനോട് ചോദിച്ചു: എന്താണ് ഇതിനൊരു പരിഹാരം, അങ്ങ് പറയൂ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു: ഇവൾക്ക് വേണ്ടി ഒരു പുരുഷൻ ജനിക്കും. തുടർന്ന് ഇന്ദ്രൻ കന്യകയെയും കൂട്ടി ദേവസേനയെയും കൂട്ടി വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാർ യജ്ഞം നടത്തുന്ന സ്ഥലത്തേക്ക് പോയി. ദേവസേനയെയും കൂട്ടി യജ്ഞസ്ഥലത്തെത്തിയ ദേവേന്ദ്രൻ കണ്ടത് ദേവന്മാർ വന്ന് യജ്ഞാംശം സ്വീകരിക്കുന്ന ചടങ്ങാണ്. അഗ്നിദേവൻ പ്രത്യക്ഷനായി ഓരോ ദേവതയ്ക്കുമുള്ള യജ്ഞാംശം വിതരണം ചെയ്തു. ആ സമയത്ത് ഋഷിപത്നിമാരെ കണ്ട് അഗ്നിദേവന് കാമവൈവശ്യം ഉണ്ടായി. പക്ഷേ ഋഷിമാരുടെ പത്നിമാരല്ലേ, സമയവും യോജിച്ചതല്ല. അഗ്നിദേവൻ നിരാശനായി വനത്തിലേക്ക് പോയി. അഗ്നിദേവന്റെ പത്നിയായ സ്വാഹ ഇതെല്ലാം കണ്ടു. തന്റെ ഭർത്താവായ അഗ്നിദേവന്റെ വിഷമമെല്ലാം കണ്ട സ്വാഹ ഋഷിയായ അങ്കിരസിന്റെ പത്നിയായ ശിവയുടെ രൂപം ധരിച്ചു. എന്നിട്ട് അഗ്നിദേവനോട് പറഞ്ഞു: ഞാൻ അങ്കിരസിന്റെ പത്നിയായ ശിവയാണ്. അങ്ങ് എന്നെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ ജീവത്യാഗം ചെയ്യും. ശിവയുടെ ആഗ്രഹം മനസ്സിലാക്കിയ അഗ്നിദേവൻ ശിവയോടൊപ്പം രമിക്കുകയും അഗ്നിയിൽ നിന്ന് ഊറിവീണ വീര്യം കയ്യിലെടുത്ത് അവൾ ഒരു സ്വർണ്ണപാത്രത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. കാമസന്തപ്തയായ ശിവ സ്വാഹ പ്രഥമാതിഥിയിൽ ഈ മട്ടിൽ 6 തവണ അഗ്നിയുമായി ആരംഭിച്ചു. ആ സ്വർണ്ണപാത്രത്തിൽ നിന്ന് മഹർഷിമാർക്ക് പൂജാർഹനായ ഒരു ബാലൻ പിറന്നു. ആ ബാലന് 6 ശിരസുകളും 12 കൈകളും ഉണ്ടായിരുന്നു. പ്രഥമ കഴിഞ്ഞ് ദ്വിതീയയ്ക്ക് ആ ബാലന് 6 ശിരസുകളും 12 കൈകളും ഉണ്ടായിരുന്ന
ആ കുഞ്ഞിൻ്റെ രൂപം പ്രകടമായി കാണാൻ സാധിച്ചു. പ്രഥമ, ദ്വിതീയ, തൃതീയയ്ക്ക് കുഞ്ഞായി തന്നെ ഇരുന്നു. ചതുർത്ഥിക്ക് ഓരോ അംഗത്തിനും സൗഷ്ഠവമുണ്ടായി. ത്രിപുരാന്തകനായ ശ്രീ പരമേശ്വരൻ അസുരന്മാരെ നശിപ്പിക്കാനായി വെച്ചിരുന്ന ചാപത്തെ ഈ ബാലൻ ഈ കുഞ്ഞ് എടുത്തുയർത്തി. ബാലന്റെ സിംഹനാദം കേട്ട് 3 ലോകങ്ങളും ഞെട്ടി വിറച്ചു. ചിലർ ധൈര്യത്തോടെ ഈ ബാലനെ തന്നെ അഭയം പ്രാപിച്ചു. അവരെ ബാലൻ തന്റെ പാർഷദന്മാരാക്കി. അഗ്നിക്ക് സ്കലിച്ച വീര്യത്തിൽ നിന്ന് ഉണ്ടായതിനാൽ അവൻ സ്കന്ദൻ എന്ന് അറിയപ്പെട്ടു. പിന്നീട് ബാലൻ ശ്വേതപർവ്വതത്തിൽ കയറി നിന്നുകൊണ്ട് ഹിമാലയപുത്രനായ ക്രൗഞ്ചപർവ്വതത്തെ ശരങ്ങൾ കൊണ്ട് പിളർന്നു. ആ വിടവിലൂടെ ഹംസങ്ങൾ ഇന്നും മേരുപർവ്വതത്തിലേക്ക് പോകുന്നു. ബാണാഘാതം സഹിക്കാനാവാതെ ക്രൗഞ്ചപർവ്വതം ആർത്തനാദം മുഴക്കി. ബാണാഘാതം കൊണ്ട് വിറച്ച പർവ്വതങ്ങളെയൊന്നും കാർത്തികേയൻ കണക്കിലെടുത്തില്ല. ശ്വേതഗിരിയിലെ ഒരു വലിയ കൊടുമുടി കാർത്തികേയൻ പ്രയോഗിച്ച ശക്തിയേറ്റ് പിളർന്നു. അതോടെ ശ്വേതപർവ്വതം മറ്റു പർവ്വതങ്ങളെയും കൂട്ടി ആകാശത്തേക്ക് പറന്നു. ഭീതയായ ഭൂമിയിൽ അവിടെ പിളർപ്പുകൾ കാണപ്പെട്ടു. വ്യാകുലയായ ഭൂമി കാർത്തികേയനെ അഭയം പ്രാപിച്ചതോടെ പൂർവ്വസ്ഥിതിയിലാക്കപ്പെട്ടു. പർവ്വതങ്ങളും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് വണങ്ങി. അന്നു മുതൽ ശുക്ലപക്ഷ പഞ്ചമി നാളിൽ ആളുകൾ സ്കന്ദനെ ആരാധിക്കാൻ തുടങ്ങി. സ്കന്ദന്റെ ബാക്കിയുള്ള കഥ അടുത്ത ഭാഗത്ത് പറയുന്നതാണ്. മഹാഭാരത കഥകൾ പറയുന്നതും ശ്രവിക്കുന്നതും പുണ്യമത്രേ.